+1 സീറ്റ് പ്രതിസന്ധിയിൽ മുസ്ലിം ലീഗ് സമരത്തിലേക്ക്. ക്ലാസിൽ കുട്ടികളെ കുത്തിനിറയ്ക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവൺമെന്റ് കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത്. ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവൺമെൻറ് കണ്ണു തുറക്കാത്തതെന്ന് അറിഞ്ഞൂടാ. ഇനിയും സംശയമുണ്ടോ? എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത്? ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി പറഞ്ഞ മാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശബ്ദിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തുമൊക്കെ വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഗവൺമെൻറ് ഒരിക്കലും അനങ്ങുന്നില്ല. ഈ തവണ എങ്കിലും കേരള ഗവൺമെൻറ് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ഷാഹദ് റഹ്മാൻ ചേർന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ഷാഹദ്, ഈ സീറ്റിന്റെ പ്രതിസന്ധി അത് പരിഹരിക്കുമെന്ന് ഗവൺമെന്റ് സർക്കാർ ആവർത്തിക്കുന്നു. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ ആകുന്നില്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ ലീഗ്? തീർച്ചയായും സ്മിത, കാരണം മുസ്ലിം ലീഗിന്റെ നയം അത് വ്യക്തമാക്കിയിരിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ. കാരണം വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിലില്ല, അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. ആശങ്കകൾ സൃഷ്ടിക്കുകയല്ല, മറിച്ച് നമുക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇത്രയും അധികം പ്രാധാന്യത്തോടെ ആ കണക്കുകൾ പുറത്തുവിടുമ്പോൾ അത് മുഖം തിരിച്ചു നിൽക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം അല്ലെങ്കിൽ ആശങ്കകൾ അത് ഉടൻ തന്നെ പരിഹരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ കുത്തി നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരിക്കലും വെച്ചു പുലർത്താൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. സ്മിത, മലപ്പുറത്ത് നിന്ന് ഷാഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.